പലരുടെയും ആത്മീയ ജീവിതം നമ്മുടെ തന്നെ ആത്മീയ ജീവിതം മറ്റുള്ളവർ പലപ്പോഴും വല്ല സ്പിരിച്വൽ കൗൺസിലിങ്ങിനോ ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ ഷെയറിങ്ങിനോ മറ്റു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് പലപ്പോഴും കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഒരു മേഖല ദൈവവചനത്തിൽ താല്പര്യമില്ലായ്മ, ദൈവവചന വായന ഇല്ലാത്ത അവസ്ഥ. ഇതാണ് പലപ്പോഴും ഈശോ വെളിപ്പെടുത്തി തരാറ്. അപ്പോൾ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവവചനമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒരു ക്രിസ്തീയൻ്റെ ജീവിതത്തിൽ മുഴുവനും ദൈവവചനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന അതിലെന്ത് നിൽക്കുന്നു? ദൈവത്തിൻ്റെ വചനം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമ്മൾ ചെല്ലുന്ന നമ്മുടെ സന്യാസത്തിൻ്റെതായ കാനന നമസ്കാര പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ എല്ലാ മേഖലയിലും കൂദാശകളിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ക്രിസ്തീയമായിട്ടുള്ള കത്തോലിക്കരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവവചനം. അപ്പോൾ ദൈവവചനമാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക, ദൈവത്തിൻ്റെ വചനം. അപ്പം എന്താണ് ദൈവവചനം? എന്താണ് ദൈവവചനം? ദൈവവചനം എന്ന് വെച്ചാൽ ദൈവം മനുഷ്യർക്ക് എഴുതിയ ഒരു കത്തായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുക ദൈവത്തിൻ്റെ വചനത്തെ. അതായത് ബൈബിളിനെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഒരു അപ്പച്ചൻ തൻ്റെ മക്കൾക്ക് എഴുതിയ ഒരു കത്തിനോട് പലപ്പോഴും ഉപമിക്കാറുണ്ട്. അപ്പോൾ ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക് കത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ കത്തൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം ഇമെയിലായിട്ടും മറ്റ് ഫോൺ വിളിച്ചും അതുകൊണ്ട് കത്തൊക്കെ ഇല്ല. പണ്ടത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഗൾഫിലുള്ള അപ്പൻ തൻ്റെ മക്കൾക്ക് ഒരു കത്ത് എഴുതുകയാണ്. എന്തായിരിക്കും കത്തിൽ എഴുതുക? നിങ്ങളിങ്ങനെ കുറുമ്പ് കാണിക്കരുത്, തെറ്റ് ചെയ്യരുത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങനെ കുറേ നിർദ്ദേശങ്ങളും കുറേ വിശേഷങ്ങളും പിന്നെ വരാൻ പോകുന്ന ചില കാര്യങ്ങളും ഞാൻ ഈ അപ്പൻ വരേണ്ട കാര്യങ്ങളും അപ്പൻ്റേതായിട്ടുള്ള കുറേ ആശയങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങളുണ്ടാവും അതിൽ, ചില വിശേഷങ്ങളുണ്ടാവും അതിൽ, ചിലത് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അപ്പൻ്റെ തന്നെ വരവ് എഴുതിയിട്ടുണ്ടാവും, ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം വരാൻ ഉദ്ദേശിക്കുന്നു, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക് എഴുതുന്നൊരു കത്ത്. അപ്പോൾ ആ കത്തിലൂടെ അപ്പൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആ കത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അതുപോലെ ദൈവം തൻ്റെ മക്കൾക്ക് എഴുതിയ കത്തായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ ഈ ബൈബിളിനെ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോമൊക്കെ പറയുക, ബൈബിളിനെ പറ്റിയുള്ള അജ്ഞത എന്ന് വെച്ചാൽ അത് ദൈവത്തെ പറ്റിയുള്ള അജ്ഞതയാണ്. ബൈബിൾ അറിയില്ല, ഇല്ല. അപ്പോൾ ദൈവത്തിനെ അറിയില്ല, യേശുവിനെ അറിയില്ല. യേശുവിനെ അറിയും എന്ന് പറഞ്ഞാൽ ബൈബിൾ അറിയണം, ബൈബിൾ നമ്മൾ വായിക്കണം. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മൾ മുറുകെ പിടിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരായി തീരണം. നമുക്ക് വലത് ഉയർത്തി പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ദൈവവചനം വായിക്കാതിരിക്കില്ല ഒരു ദിവസം പോലും. നമുക്കറിയാം, നമ്മൾ സന്യാസികളായ നമുക്ക് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ദൈവത്തിൻ്റെ വചനം വായിക്കണമെന്നുണ്ട്. അങ്ങനെ വായിക്കാത്തവരുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട ഒരു പാപമായിട്ട് നമ്മൾ കരുതാറുണ്ട്, നമ്മൾ ഏറ്റു പറയാറുണ്ട്. അരമണിക്കൂർ ഡെയിലി നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. അപ്പം ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ അഭിഷേകം നമ്മൾ നിറയും. അതിൽ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ നിയമം നമ്മൾ കൂടുതൽ വായിക്കണം. പുതിയ നിയമം, പഴയ നിയമം വായിക്കണം, തീർച്ചയായിട്ടും പഴയ നിയമം വായിക്കണം. പക്ഷെ പുതിയ നിയമത്തിന് അല്പം കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നമ്മുടെ റീഡിങ്ങിലും വചന വ്യാഖ്യാനത്തിലും നമ്മുടെ റിഫ്ലക്ഷനിലൊക്കെ പുതിയ നിയമം അത് കൂടുതലായിട്ട് പഠിക്കാനും വായിക്കാനും സമയം കിട്ടുന്നത് കൂടുതൽ അഭിഷേകത്തിന് കാരണമായി തീരും. ഇന്ന് പലരുടെയും ബൈബിൾ വായന പല രീതിയിലാണ്. ഈ അടുത്ത് അച്ഛനൊരു വീട് ഞാൻ വെഞ്ചരിക്കാനായിട്ട് പോയി. അപ്പോൾ അദ്ദേഹം നന്നായി പ്രാർത്ഥിക്കുന്നൊരു സഹോദരനും സഹോദരിയാണ്. അപ്പോൾ അവരുടെ പല ധ്യാനങ്ങളും കൺവെൻഷനുകളിലൊക്കെ അവർ എവിടെ ധ്യാനം ഉണ്ടെങ്കിലും കൺവെൻഷൻ ഉണ്ടെങ്കിലും അവിടേക്ക് അവർ ഓടിച്ചെല്ലും. മാത്രമല്ല ഇങ്ങനെയുള്ള ധ്യാന കൺവെൻഷൻ ശുശ്രൂഷകൾക്ക് സഹായിക്കുന്ന ഒരു പ്രേക്ഷിത ശുശ്രൂഷകർ കൂടിയാണ് ഈ ഭാര്യയും ഭർത്താവും. അപ്പോൾ അങ്ങനെ നല്ലൊരു കുടുംബം. അപ്പോൾ ഇവരുടെ വീടൊന്ന് പ്രാർത്ഥിക്കാനും വെഞ്ചരിക്കാനും അവർ വിളിച്ചപ്പോൾ അങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ ഇവരിങ്ങനെയാണെങ്കിലും ഇവരുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാട്ടിൻപുറ ഏരിയയാണ്, കൃഷിയാണ് അവരുടെ ജോലി മെയിനായിട്ട്. അപ്പോൾ ഇവരുടെ കുടുംബത്തിലും പല പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ. അപ്പോൾ വീട് വെഞ്ചരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അവർ അപേക്ഷിച്ച് അങ്ങനെ വീട് വെഞ്ചരിക്കാനും പ്രാർത്ഥിക്കാനും അവിടെ ചെന്നു.
അവിടെ ചെന്ന് ആ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളും വേദനകളൊക്കെ സമർപ്പിച്ച് കർത്താവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവ് കാണിച്ചു തന്നത് ഇങ്ങനെയാണ്, ഒരു ബൈബിൾ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു. ബൈബിൾ അടഞ്ഞിരിക്കുന്നത് കാണിച്ചു തരികയാണ്. അപ്പം എനിക്ക് തോന്നി ബൈബിൾ വായനയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ വീട്ടിൽ ബൈബിൾ വായനയില്ലേ? വിശുദ്ധ ഗ്രന്ഥം ആരും വായിക്കാറില്ലേ? ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ്, ഞങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, ഇങ്ങനെ ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കൊക്കെ പോകുന്നവരാണ്. ആ സഹോദരിയും സഹോദരനും കൂടി അത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നത് ബൈബിൾ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ബൈബിൾ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കർത്താവ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ബൈബിൾ അടഞ്ഞിരിക്കുന്നതാണ് അച്ഛൻ കണ്ടത് എന്നത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ പറഞ്ഞതും ശരിയാണ്. എന്ത്? ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ഇതെങ്ങനെ രണ്ടും ശരിയാവുക? ബൈബിൾ വായിക്കാറുണ്ടെന്ന് അവർ പറയുന്നത് ശരിയാണ്, എന്നാൽ ബൈബിൾ അടഞ്ഞിരിക്കുന്നു എന്നും ഞാൻ പറഞ്ഞതും ശരിയാണ്. ഇതെങ്ങനെ രണ്ടും ശരിയാവും? എനിക്ക് ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ രണ്ടും ശരിയാവുന്നത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ എല്ലാ ദിവസവും ഈ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബൈബിൾ ഭാഗങ്ങൾ കാണാപ്പാടറിയാം. ഉദാഹരണത്തിന് 91 സങ്കീർത്തനം ഞങ്ങൾക്ക് കാണാപ്പാടറിയാം. അപ്പോൾ ഞങ്ങൾ 91 സങ്കീർത്തനം ഞങ്ങൾ ചൊല്ലും. ഭാര്യയും ഭർത്താവും മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ 91 സങ്കീർത്തനം അവർ ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇത് കാണാപ്പാടായിട്ട് അറിയുന്നൊരു സങ്കീർത്തനമാണ്. അതുപോലെ അവർക്ക് അറിയാവുന്ന മറ്റൊരു സങ്കീർത്തനം 121 സങ്കീർത്തനം അവർക്കറിയാം. അപ്പോൾ അവർ 121 സങ്കീർത്തനം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കും, കാണാപ്പാടം ചൊല്ലും. അതുകൊണ്ട് തന്നെ ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 1-2 സങ്കീർത്തനങ്ങൾ അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരം, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരം ഇവർ ചെല്ലുന്നത് ചില വചന ഭാഗങ്ങൾ ചൊല്ലി കിടന്നുറങ്ങും. അപ്പോൾ ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ബൈബിൾ ഞങ്ങൾ തുറക്കാറില്ല, ബൈബിൾ ഒരിക്കലും ഞങ്ങൾ വായിക്കാറുമില്ല, പക്ഷേ ബൈബിളിലെ ചില വചനഭാഗങ്ങൾ ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. ഇന്ന് പലർക്കും പിശാച് കൊടുക്കുന്ന ഒരു തെറ്റായ ബോധ്യമാണ് ബൈബിൾ വായന ഇങ്ങനെയാണെന്നൊരു ചിന്ത. എങ്ങനെ? ചിലരൊക്കെ വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല കാര്യമാണ് വചനക്കൊന്ത ചെല്ലുന്നതും വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നതും. പക്ഷേ എല്ലാ ദിവസവും ഒരു വചനം തന്നെ ചെല്ലിയിരിക്കും. ഒരിക്കലും ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കില്ല. അരമണിക്കൂറുള്ള വായന അതുണ്ടായിരിക്കില്ല. ചിലർക്ക് ചില സങ്കീർത്തന ഭാഗം, 23 സങ്കീർത്തനം, 127 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 91 സങ്കീർത്തനം, 51 സങ്കീർത്തനം, ഇങ്ങനെ ചില ഇഷ്ടപ്പെട്ട സങ്കീർത്തനങ്ങളൊക്കെ പണ്ടേ മുതൽ പ്രാർത്ഥിച്ച് കാണാപ്പാടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സങ്കീർത്തനം എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലും. അപ്പോഴും ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല, അപ്പോഴും ബൈബിൾ തുറക്കലില്ല. അപ്പോൾ ബൈബിൾ വായന, ബൈബിൾ പഠനം എന്നൊക്കെ പറയുന്നത് ഈ കാണാപ്പാടം ഏതെങ്കിലും ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നതല്ല ബൈബിൾ വായന അല്ലെങ്കിൽ വചനം പഠനം എന്ന് പറയുക. ബൈബിൾ വായിക്കുക എന്ന് വെച്ചാൽ ഈ സമ്പൂർണ്ണ ബൈബിൾ എടുക്കുക, അത് തുറക്കുക, അത് ഏതെങ്കിലും ഒരു ഭാഗം മുതൽ ഒന്നെനിക്ക് അപ്പോസ്തല പ്രവർത്തനം മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം മുതൽ വായിച്ച് അരമണിക്കൂർ വെച്ച് അതങ്ങനെ നിഷ്ഠയോടെ വായിക്കുകയും അതിനെപ്പറ്റി ധ്യാനിക്കുകയും ആ ധ്യാനത്തിലൂടെ കിട്ടുന്ന റിഫ്ലക്ഷൻസ്, തോട്ട്സ് അല്ലെങ്കിൽ അതൊക്കെ സമർപ്പിച്ചോ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെയാണ് ശരിക്കും ഒരു വചനധ്യാനം അല്ലെങ്കിൽ ബൈബിൾ വായന എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുക. ഈ കാലഘട്ടത്തിൽ പിശാച് ചെയ്യുന്ന വലിയൊരു തിന്മയാണ് ഇങ്ങനെ ബൈബിൾ തുറക്കാതെ തന്നെ ബൈബിൾ വായിപ്പിക്കുക. മനസ്സിലായോ? ബൈബിൾ തുറക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ബൈബിൾ വായിപ്പിക്കും. അപ്പോൾ ഈ കുടുംബത്തെ സമർപ്പിച്ചപ്പോൾ അപ്പോൾ ഈ കുടുംബത്തിന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ വിശുദ്ധ കുടുംബ പ്രാർത്ഥനയില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരം അവർ ചെയ്യുന്നത് ഈ 91 സങ്കീർത്തനം, 121 സങ്കീർത്തനം, അങ്ങനെ 1-2 സങ്കീർത്തനങ്ങൾ ചൊല്ലി കിടന്നുറങ്ങും. പരിശുദ്ധ അമ്മയുടെ ജപമാല അവർ ചെല്ലാറേ ഇല്ല. കാരണം അവർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, അതിന് പകരമാണല്ലോ അവർ 91 സങ്കീർത്തനം ചെല്ലുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പിശാചിൻ്റെ ഒരു തട്ടിപ്പാണത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരം ചില വചനഭാഗങ്ങൾ വായിച്ച് കിടന്നുറങ്ങുക. ഇതൊന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് പകരമല്ലെന്ന് കൂടി അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിഷ്ഠയോടെയുള്ള ഒരു ദൈവവചന പഠനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇത് പൈശാചിക ബന്ധനങ്ങൾ തകരാനും ഈ കുടുംബത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? ഒരു കാരണം ഇതാണ്, ദൈവവചന വായനയില്ല. ശരിയായൊരു ദൈവവചന വായന കുടുംബത്തിനുണ്ടോ? ഇല്ല.
ഈ 91-ാം സങ്കീർത്തനം മാറ്റി ചൊല്ലി കിടക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ പല അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കുടുംബത്തെ സമർപ്പിച്ചപ്പോൾ തന്നെ ഈശോ കാണിക്കുക, ബൈബിൾ തുറക്കാറില്ല. ഈ അടുത്തുണ്ടായ ഒരു സംഭാഷണം പറയാം. ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ്, 2 മാസമായിട്ടില്ല എന്ന് തോന്നുന്നു, ഈ ലോക്ക്ഡൗണൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇടവകയിൽ ഈ നോമ്പുകാല ധ്യാനം നടത്തുകയാണ്. ഒരു ഫൊറോൻ ഇടവക. അവിടെ നോമ്പുകാല ധ്യാനം കഴിഞ്ഞപ്പോൾ കഴിയുന്ന ദിവസം മൂന്നാമത്തെ ദിവസം വൈകിട്ട് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയും, അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്, പള്ളിയുടെ പുറത്ത് വേറൊരു അച്ഛൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടവകയിൽ ഒരു സഹോദരിയും സഹോദരനും ഒരപ്പച്ചനും അമ്മച്ചിയും അതിൻ്റെ മോളുടെ ഒരു കുഞ്ഞും കൂടി അവർ വരികയാണ് ഫാമിലിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇവർ ഒത്തിരി വേദനയോടുകൂടിയാണ് വരുന്നത്. എന്താ വേദന? ആ അപ്പച്ചന് ഒത്തിരി രോഗപീഠകളാണ്, ഒത്തിരി രോഗങ്ങൾ. എന്ത് ചെയ്ത് ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ല, ചികിത്സിക്കാനുള്ള മരുന്നില്ല, അല്ലെങ്കിൽ പൈസയില്ല, പിന്നെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം. അങ്ങനെ അവർ വന്നു, അവരവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തെ ഈ നാട്ടുകാർ മുഴുവനും അറിയും, ഞങ്ങളുടെ കുടുംബത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ നാട്ടുകാർ ഇതുപോലെ അറിയാൻ കാരണം എന്താ? നാട്ടുകാർ മാത്രമല്ല, ഈ രൂപതയിലുള്ള എല്ലാ അച്ഛന്മാരും ഞങ്ങളുടെ കുടുംബത്തെ അറിയും, ഞങ്ങളുടെ കുടുംബം അത്രയും ഫേമസ് ഒരു കുടുംബമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാരണം? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ അച്ഛോ ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ ആരും അറിയും, അതിന് കാരണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ചില അസാധാരണ സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, എന്ത് അസാധാരണ സംഭവങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായത്? ആ സഹോദരി പറഞ്ഞു, ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഇന്നത്തെ ഞങ്ങളുടെ വീട് ഞങ്ങളൊരു ഹൈന്ദവരിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ വീട് ഞങ്ങൾ വാങ്ങി, ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവാണ് കൂടെ വന്നിരിക്കുന്ന രോഗിയായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗൾഫിലായി ജോലിക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഈ ഭാര്യയും 1-2 കുട്ടികളാണുള്ളത്. ഇവരിങ്ങനെ വീട്ടിൽ താമസിക്കുന്നു. ഈ സ്ത്രീ പറയുകയാണ്, എല്ലാ ദിവസവും വൈകിട്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ പറഞ്ഞാൽ പോലും നമ്മൾ പോലും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്ത്രീയുടെ പറച്ചിൽ അങ്ങനെയാണ്. ഈ സഹോദരി പറയുന്നത്, ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ശക്തമായ കാറ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് അടിക്കുക, ഞങ്ങളുടെ വീടിൻ്റെ ജനലുകളൊക്കെ തന്നെ തുറക്കുക, ഞങ്ങളുടെ വീടിൻ്റെ മേലെ ആരോ നടക്കുന്നത് പോലെ തോന്നുക, ആരോ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് മണൽ വാരി എറിയുക, അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ സ്വയം കഴുത്ത് ഞെരിച്ച് മരിക്കാനായിട്ട് ശ്രമിക്കുക, ഞങ്ങൾ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് മറഞ്ഞു വീഴുക. ഇങ്ങനെ കുറേ അസാധാരണ സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈവനിങ് ആകുമ്പോൾ വൈകിട്ട് ഒരു 7 മണി 7:30 കൂടി തുടങ്ങും ഈ കലാപരിപാടികൾ. അപ്പോൾ ഇത് ഭയങ്കര അസ്വസ്ഥതയും പേടിയും ഉണ്ടാക്കി. അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട്. ഇവർ പറഞ്ഞു, ഇവരുടെ ആ അയൽപ്പക്കത്തെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇതേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥത ഉണ്ടാവുന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ അയൽപ്പക്കാരൊക്കെ ആ സമയത്ത് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ആ വീട്ടിലേക്കൊന്ന് വന്നു. ഇവർ പറയുന്നത് ശരിയാണോന്ന് അറിയാൻ എല്ലാവരും കണ്ടു വിശ്വസിച്ചു. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ട് ഒരു പ്രത്യേക പ്രതിഭാസം ഈ വീട്ടിൽ മാത്രം. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെയില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു രാത്രി സമയമാകുമ്പോൾ ഇങ്ങനെ ശക്തമായ കാറ്റടിക്കുക, അന്ന് തൊട്ടപ്പുറത്തെ വീടുകളിലൊന്നും കാറ്റടിക്കുകയെ അങ്ങനത്തെ കാറ്റ് അടിക്കുന്ന അങ്ങനത്തെ അവസ്ഥയിലില്ല. ജനലിനെ തന്നെ തുറക്കുക, അടയ്ക്കുക, അല്ലെങ്കിൽ പാത്രങ്ങൾ വീഴുക, ഇങ്ങനെ ഒരു ജാതി അസാധാരണ സംഭവങ്ങൾ ഈ വീട്ടിൽ മാത്രം സംഭവിക്കുന്നു. നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയമായി. അവരെല്ലാവരും അങ്ങനെ ഈ അവിടുത്തെ വികാരിച്ചനെ അറിയിച്ചു. അങ്ങനെ ഈ വികാരിച്ചനും അവിടുത്തെ അച്ഛന്മാരൊക്കെ ചെന്നു പ്രാർത്ഥിച്ചു. അവരും കണ്ടു വിശ്വസിച്ചു. അവരും അങ്ങനെ എന്തൊരു തിന്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ വീടിനെ നന്നായി ബന്ധിച്ച് പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ചു. അങ്ങനെ വെഞ്ചിരിച്ച് അച്ഛന്മാരൊക്കെ പോയി. പക്ഷേ പിറ്റേ ദിവസവും അതുപോലെ തന്നെ, എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഇവർ ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ സ്വയം കഴുത്തിൽ പിടിച്ചിങ്ങനെ മരിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥകൾ ഈ സഹോദരി ആ രീതിയിലാണ് അത് വർണ്ണിക്കുന്നത്. അങ്ങനെ ഇവർ വേറൊരു അച്ഛന്മാരെ കൊണ്ടുവന്നു. പിന്നെയും കഴിവുള്ള വേറെ നല്ല ഡെലിവറൻസിൻ്റെ കൃപകളുള്ള അച്ഛന്മാരെ വേറെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ അച്ഛന്മാർ ഈ വീട് വന്ന് കയറിയിറങ്ങി പ്രാർത്ഥിക്കുകയും വെഞ്ചിരിക്കുകയും ബഹിഷ്കരിക്കുകയും ബന്ധന പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തിട്ടും ഈ വീടിൻ്റെ ഈ അസ്വസ്ഥത മാറുന്നില്ല. എന്നും ഈ വീട്ടിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളാണ്. എല്ലാവരും കഴിഞ്ഞൊരു രീതിയായി. ഈ കുടുംബത്തിനാണെങ്കിൽ ഇനി ആ വീട് വിറ്റ് വേറെ വീട്ടിലേക്ക് മാറാനും പറ്റില്ല, ആ വീട് വാങ്ങാനിപ്പോൾ ആരും വരുന്നുമില്ല. കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ വീടിന് എന്തോ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ സഹോദരിയും സഹോദരനും വളരെ സങ്കടപ്പെട്ട് പിന്നീട് ഒരിക്കൽ ഈ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവർ പല ധ്യാനങ്ങൾക്കും കൂടിയിട്ടുണ്ട്. അവസാനമായി അവർ ഒരു ധ്യാനം കൂടി പോയി കൂടുകയാണ്.
അപ്പോൾ ആ ധ്യാനത്തിൽ പോയി അവർ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഒരു ബ്രദറുടെ അടുത്ത് അവർ കൗൺസിലിങ്ങിന് വേണ്ടി, സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി ചെല്ലുകയാണ്. ആ കൗൺസിലറോട് പറഞ്ഞൊരു, ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ അസ്വസ്ഥതയാണ്, എന്നും ദുരിതവും രോഗവും സങ്കടവും പിന്നെ ഈ തരത്തിലുള്ള ചില അസാധാരണ സംഭവങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ ഈ സങ്കടമൊക്കെ കേട്ടപ്പോൾ ഈ സഹോദരൻ, ഈ സ്പിരിച്വൽ ഷെയറിങ് കൗൺസിലിംഗ് നടത്തിയ സഹോദരൻ ഒന്ന് ചിരിച്ചു, അവരെ നോക്കി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ബൈബിൾ എടുത്ത് അരമണിക്കൂർ വായിക്കുക. നിങ്ങൾ ബൈബിൾ എടുത്ത് ഒരു അരമണിക്കൂർ സമയം വായിക്കുക. ഇന്നൊരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ പോയി ബൈബിൾ എടുത്ത് വായിക്കുക. അത് ഉറക്കെ വായിക്കണം. നിങ്ങളുടെ വീട് മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ബൈബിൾ അങ്ങോട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഒരു അത്ഭുതം നിങ്ങൾക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് അവരെ വിട്ടു. അവരങ്ങനെ ആ ഒരൊറ്റ നിർദ്ദേശം മാത്രമുള്ളൂ. കൗൺസിലിങ്ങിൽ വേറെ ഒന്നും തന്നെ ഇല്ല, ഇത് മാത്രം പറഞ്ഞു വിട്ടു. ഇവരങ്ങനെ വീട്ടിൽ വന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ സഹോദരൻ എന്ത് ചെയ്തു, മറ്റേ കൗൺസിലർ പറഞ്ഞതുപോലെ ബൈബിൾ എടുത്തു. ഒരു 6:30-7 മണി ഈവനിങ് ആയോടുകൂടി വീട്ടിലിരുന്ന് ബൈബിൾ വായന ആരംഭിച്ചു. ഉറക്കെ അങ്ങോട്ട് ഉച്ചത്തിൽ ആ വീട് മൊത്തം കേൾക്കുന്ന വിധത്തിൽ ഈ സഹോദരൻ അങ്ങോട്ട് ബൈബിൾ വായിക്കുകയാണ്. അങ്ങനെ ബൈബിൾ വായിച്ച് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴുകൂടി അസ്വസ്ഥതകൾ പതിവ് പോലെ ആരംഭിക്കാൻ തുടങ്ങി. പാത്രങ്ങൾ വീഴാൻ തുടങ്ങി, ആരോ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി, കാറ്റ് വീശാൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥതകൾ കുട്ടികളൊക്കെ സ്വയം കഴുത്തിൽ പിടിച്ച് ഞെരുക്കാൻ തുടങ്ങി. ഇങ്ങനെ പല അസ്വസ്ഥതകൾ വരുമ്പോഴും ഇദ്ദേഹം പ്രാർത്ഥന നിർത്തിയില്ല. ഈ ഉറക്കെ ഈ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഇവർ പറയുകയാണ്, ഇവരൊരു പേഴ്സണൽ ഷെയറിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഈ സഹോദരൻ ഇങ്ങനെ ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വായന കൂടുന്തോറും ഈ തരത്തിലുള്ള അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുക. വായന കൂടുന്നു, അസ്വസ്ഥത കൂടും. പക്ഷേ ഇദ്ദേഹം വായന നിർത്തിയില്ല, ശക്തമായ രീതിയിൽ വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ആരോ കിതയ്ക്കുന്നൊരു ശബ്ദം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആരോ ഇങ്ങനെ പറഞ്ഞൊരു പ്രത്യേക കിതപ്പ്, ഇങ്ങനെ കിതച്ച് ആരും മരിക്കാൻ പോകുന്ന ഒരാളിങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെ ഒരു തോന്നൽ. അങ്ങനെ ശ്വാസം വലിച്ച് കിതച്ച് ആ കിതപ്പ് പിന്നീട് ഇങ്ങനെ കുറഞ്ഞു വന്ന് പിന്നീട് അത് സ്റ്റോപ്പായി. ആ കിതപ്പ് സ്റ്റോപ്പായതോടുകൂടി വീട്ടിൽ മൊത്തം ശാന്തതയായി. ആ വീടിൻ്റെ പെരപ്പുറത്തേക്ക് കല്ലെറിയുന്ന അവസ്ഥ, കാറ്റ് വീശുന്ന അവസ്ഥ, പാത്രം വീഴുന്ന അവസ്ഥ, അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും അതോടുകൂടി സ്റ്റോപ്പായി. പിന്നീട് അവർ പറയുകയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7-8 വർഷമായി വെച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ പിന്നീട് അങ്ങനെയൊരു പൈശാചിക ശല്യപ്പെടുത്തൽ, ആക്രമണം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷത്തോടെ അവർ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഇപ്പോഴും കടബാധ്യതയുണ്ട്, രോഗങ്ങളുണ്ട്. അതിപ്പോൾ സാധാരണ രീതിയിൽ പല കുടുംബങ്ങളിലും കടബാധ്യതയും രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ പിന്നീട് ഒരിക്കലും ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു ദൈവവചനത്തിൻ്റെ ശക്തി അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് നടന്ന ഒരു ധ്യാനത്തിൽ ഒരു കുടുംബം വന്ന് ഷെയർ ചെയ്തൊരു സംഭവം അച്ഛൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ഈ പൈശാചിക ആക്രമണങ്ങളെ തോൽപ്പിക്കാൻ ദൈവവചനത്തിന് ഒരു പ്രത്യേക പവറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ദൈവവചനത്തിൻ്റെ ശക്തിയെ പറ്റി സങ്കീർത്തനം എഴുതി വെച്ചിട്ടുള്ള ഒരു വചനഭാഗം വായിക്കുക. നിങ്ങൾ എടുക്കുക 119 സങ്കീർത്തനം. അതിലെ ചില തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 119 സങ്കീർത്തനം 2-ാം തിരുവചനം. കർത്താവിൻ്റെ നിയമം എന്നാണ്, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ നിയമം എന്നാണ് 119 സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ പറ്റി വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് എഴുതി വെച്ച ഒരു വചനഭാഗമാണ് 119 സങ്കീർത്തനം. അതിൽ 2-ാം തിരുവചനം ഒന്ന് വായിക്കാം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കണ്ടോ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. മറ്റൊരു വചനമാണ് 9-ാം തിരുവചനം, 119 സങ്കീർത്തനം 9-ാം തിരുവചനം. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. കണ്ടോ, യുവാവ് എങ്ങനെയാണ് തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കുക? ഒരു വിശുദ്ധ ജീവിതം നമുക്ക് എങ്ങനെയാണ് നയിക്കാനായിട്ട് സാധിക്കുക? അവിടുത്തെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. വീണ്ടും തിരുവചനം പറയുകയാണ്, 11-ാം തിരുവചനം, 119 സങ്കീർത്തനം 11-ാം തിരുവചനം. അങ്ങേക്കതിനായി പാപം ചെയ്യാതിരിക്കേണ്ടതിന്
ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ നമുക്കതൊരു തടയാണ്, നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ് ദൈവത്തിൻ്റെ വചനം. എല്ലാ തിന്മയിൽ നിന്നൊരു വലിയൊരു വിടുതലും പ്രൊട്ടക്ഷനും സംരക്ഷണവും ദൈവത്തിൻ്റെ വചനം നമുക്ക് തരും. 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 119-ാം സങ്കീർത്തനം 24-ാം തിരുവചനം. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. കണ്ടോ, അവിടുത്തെ കൽപ്പനകളാണ് എനിക്ക് ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ഉപദേശങ്ങൾ തരും, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ആശ്വാസം നൽകും, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് തിരുത്തലുകൾ നൽകും, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ഇങ്ങനെ പ്രബോധനങ്ങൾ തരും, ശാസനം തരും. അതിനെപ്പറ്റി 2 തിമോത്തിയിലും പറഞ്ഞു. 2 തിമോത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 തിമോത്തി 3-ാം അധ്യായം 16-ാം തിരുവചനം. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്, അവർ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. കണ്ടോ, വിശുദ്ധ ലിഖിതം എല്ലാം ദൈവനിവേശിതമാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ് ഓരോ ദൈവവചനവും. എന്താണ് യേശു? ആരാണ് യേശു എന്ന് ചോദിച്ചാൽ വചനം മാംസം ധരിച്ചതാണ് യേശു. വചനം മാംസം ധരിച്ചതാണ് യേശു. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നോക്കിയേ, വചനം മാംസം ധരിച്ചതാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നില്ല, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ അവതരിച്ച ദൈവത്തിൻ്റെ വചനം, അപ്പോൾ അതാണ് യേശു ക്രിസ്തു എന്ന് പറയുക. അപ്പോൾ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഒരു വാക്ക്, വചനം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വാക്ക് ഉണ്ടാകട്ടെ, ദൈവം അങ്ങനെയാണ് പറഞ്ഞത്, ഉണ്ടാകട്ടെ, ഒരൊറ്റ വാക്കാണ്. ആ വാക്കിലാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്, ഉണ്ടാകട്ടെ. അപ്പോൾ അതിനൊരു വാക്ക്, ഹല്ലേലൂയ, ഒരൊറ്റ വാക്കാണ്, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, ഒരു വാക്കാണ്. അത് ദൈവത്തിൻ്റെ വചനമാണത്, ഒരു വാക്ക്. ഇപ്പോൾ വലിയ മാറാനാത്ത ദൈവത്തിൻ്റെ വചനമാണ്, ശക്തിയുണ്ട്, അതിന് വലിയ ശക്തിയുണ്ട്. ഒരു ചെറിയ വാക്കായിരിക്കാം, പക്ഷെ അത് ദൈവത്തിൻ്റെ വലിയൊരു ശക്തി അവിടെ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കിന് വലിയ ശക്തിയുണ്ട്. ഞാൻ ഓർക്കാണ്, ഈ അടുത്ത് ഒരു എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന ഒരു വചന ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരൻ, ആ സഹോദരൻ പറഞ്ഞ ഒരു അനുഭവമാണ്, പേഴ്സണലായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവർ വിളിച്ചുകൊണ്ട് പോകുന്നത്, ഈ വീട്ടിൽ ആ വീട്ടിലെ കുടുംബനാഥയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന് വിഷമിക്കുകയാണ് ആ സഹോദരി. ഒപ്പം തന്നെ ആ വീട്ടുകാർക്ക് ആട് വളർത്തലാണ് അവരുടെ ജോലി, ആട് വളർത്തുക, അതാണ് അവരുടെ ഉപജീവന മാർഗം. പക്ഷേ ഈ ആടുകൾക്കൊക്കെ കുറച്ച് കാലമായിട്ട് എന്നും രോഗമാണ്, എന്നും വിറ്റിങ്ങ ചത്തുപോകും, ആടുകളൊക്കെ ഇങ്ങനെ ചത്തുപോകുന്ന അവസ്ഥ, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തിട്ടും ഈ ഡോക്ടേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആടുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ഇടയ്ക്കിടയ്ക്ക് ചത്തുപോകുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വിഷമത്തോടെ കടന്നു പോകുമ്പോൾ അവർ ഈ ബ്രദറിനെ കൊണ്ടുവന്നൊന്ന് വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ വിളിക്കുകയാണ്. അങ്ങനെ ഈ സഹോദരൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഈ സഹോദരനോട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു. ഈ അദ്ദേഹം ഇങ്ങനെ രൂപക്കൂടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു മാറ്റാമോ? അതിൻ്റെ പിന്നിൽ എന്തോ വെച്ചതായിട്ട് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അവർ ആ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ അവർ പതിയെ ഒന്ന് അഴിച്ചു, ഒന്ന് എടുത്തു മാറ്റിയപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് ഒരു തകിട്, അങ്ങനെ ഒരു സാധനം നിലത്തേക്ക് വീഴുകയാണ്. ഇവരത് ആകാംക്ഷ, ഇതെന്താ സംഭവം വീണത്, ഇങ്ങനെ ഒരു ചെറിയ തകിട് പോലെ ഒരു സാധനം. അപ്പോൾ ഈ സഹോദരൻ അത് എടുത്തു നോക്കിയപ്പോൾ എന്താ കാണുക, ആ തകിടിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഒരു ബ്രസ്റ്റിൻ്റെ ചിത്രവും തൊട്ടപ്പുറത്ത് ഒരു ആടിൻ്റെ ചിത്രവും. അതുമേൽ എന്തോ മുസ്ലിം അറബി ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ എന്തോ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ബ്രസ്റ്റിൻ്റെ ചിത്രം, മറ്റൊരു ഭാഗത്ത് ആടിൻ്റെ ചിത്രം. ഈ വീട്ടിലെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, ഈ വീട്ടിലെ ആടുകളെല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി എന്താണ് സംഭവം. ഇവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാർ, അത് ആ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിവിടെ പറമ്പ് ചോദിച്ചു. അപ്പോൾ ഇവർ പറമ്പ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ചെറിയൊരു ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തർക്കമോ എന്തൊരു കാര്യത്തിൻ്റെ പറ്റി അവർക്കുണ്ടായ ഒരു അസൂയയോ ദേഷ്യമോ ആണ് ആ സഹോദരങ്ങൾ ഇവർക്കെതിരെ ഈ മുസ്ലിം മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ചെറിയൊരു തകിടിൻ്റെ കഷ്ണം, ആ കഷ്ണത്തിൽ ഈ 2 ചിത്രങ്ങൾ, ഒപ്പം തന്നെ എന്തോ ഒരു അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നു.
ഈ അടുത്ത് ഞങ്ങളൊരു ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ആ ഇടവകയിൽ പ്രത്യേകമായി ഇങ്ങനെയുള്ള വസ്തുക്കൾ ചെയ്തവരും കിട്ടിയവരൊക്കെ അതെല്ലാം കൊണ്ടുവന്ന് ഇടാനായിട്ട് ഞങ്ങൾ പറയുകയുണ്ടായി. ഒരു ബക്കറ്റൊക്കെ വെച്ചു, ഇതിൻ്റെ മുമ്പിൽ ബക്കറ്റ് വെച്ച് അങ്ങനെ ഞങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ ഒരു സമർപ്പണം നടത്തി. അങ്ങനെ ആ സമർപ്പണം നടത്തിയപ്പോൾ പലരും ഇതുപോലെ ചെയ്തവരും തെറ്റിപ്പോയവരും ഒക്കെ അവർ ചെയ്തു വെച്ച ഇങ്ങനെയുള്ള ക്ഷുദ്രം, മന്ത്രവാദം, ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ലോക്കറ്റ് ഞങ്ങളത് നോക്കിയപ്പോൾ കിട്ടിയത് ഇതുപോലെ തന്നെ ഒരു മുസ്ലിം മന്ത്രവാദമാണ്. ആ ലോക്കറ്റിൽ ഇതുപോലെ ഒരു ചിത്രം പതിച്ചു വെച്ച് അതിൽ ഒരു അറബിയിൽ എന്തൊരു വാക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? ദൈവം സ്നേഹമാണ്, ഇങ്ങനെയാണോ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? എന്തായിരിക്കും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? അല്ലെങ്കിൽ കർത്താവ് ഈ കുടുംബത്തിൻ്റെ നായകൻ, ഇങ്ങനെയാണോ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? എന്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? ഈ എന്തെങ്കിലും നാശത്തിൻ്റെതായ വാക്കുകളായിരിക്കും ഇവർ ഈ അറബി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ കുടുംബം ഒന്നല്ലെങ്കിൽ നശിച്ചു പോട്ടേന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു നാശത്തിൻ്റെതായ എന്തെങ്കിലും മോശമായ വാക്ക് എഴുതി വെച്ച് പ്രത്യേകമായി അവരുടേതായ പ്രാർത്ഥനകളും ഇതൊക്കെ ചെയ്ത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഒരു വാക്കിന് എന്തുമാത്രം ശക്തിയുണ്ട്. ഒരു നാശത്തിൻ്റെ വചനം പറയുമ്പോൾ ആ നാശം അവിടെ സംഭവിക്കുകയാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ വചനം പറയുമ്പോൾ അനുഗ്രഹം അവിടെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്. ഒരു നാശത്തിൻ്റെ വചനം പറയുമ്പോൾ അതിന് ശക്തിയുണ്ട്. അതുപോലെ തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ വചനം പറയുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരിക്കലും വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ഒരിക്കലും ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു അമ്മച്ചി, ആ അമ്മ തൻ്റെ രോഗിയായ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് എതിർഭാഗത്ത് വരികയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഈ ഫ്രാൻസിസ് അസീസിയെ കണ്ടപ്പോൾ ഈ അമ്മ ഓടി ഈ കുഞ്ഞിനെ ഈ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഫ്രാൻസിസിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനൊരു മാറാ രോഗമാണ്. കുറേ ചികിത്സകൾ നടത്തി, പക്ഷേ ഈ കുഞ്ഞ് സൗഖ്യപ്പെടുന്നില്ല. ഇത് മരിക്കുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനെ അതിൽ കരഞ്ഞുകൊണ്ട് ഈ അമ്മ തൻ്റെ വിഷമം മുഴുവനും വിശുദ്ധ ഫ്രാൻസിസിനോട് പറയുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ മാത്രം പറഞ്ഞു, ഈ കുഞ്ഞിനെ നോക്കി ഈ കൈകൊണ്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ബോനെ വെന്തൂര എന്ന് വെച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ബെസ്റ്റ് വിഷസ്, നിനക്ക് നല്ലത് വരട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് നല്ലത് വരട്ടെ, നിനക്ക് ശുഭം ഉണ്ടാവട്ടെ, നിനക്ക് നല്ലത് സംഭവിക്കട്ടെ. ഇതൊരു ആശംസയാണ്. ബോനെ വെന്തൂര ഇങ്ങനെ പറഞ്ഞ് ഈ വിശുദ്ധൻ കടന്നുപോയി. എന്ത് സംഭവിച്ചു? ഈ വിശുദ്ധൻ്റെ ഒരൊറ്റ വാക്ക് കേട്ടുള്ളൂ ഈ കുഞ്ഞിലെ ആ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം ആ കുഞ്ഞിന് ലഭിക്കുകയാണ്. പിന്നീട് ഈ കുഞ്ഞിന് ഈ വിശുദ്ധൻ പറഞ്ഞ അതേ വാക്ക് തന്നെ ഈ അമ്മ പേരായിട്ടു. അദ്ദേഹത്തിന് പേരിട്ടു, ബോനെ വെന്തൂര എന്ന് പേരിട്ടു. പിന്നീട് ഈ കുഞ്ഞ് വൈദികനായി, പിന്നീട് വിശുദ്ധനായി, തിരുസഭയിലെ വേദപാരംഗതനായി. ആ വിശുദ്ധനാണ് ഇന്ന് തിരുസഭയിൽ അറിയപ്പെടുന്ന വലിയൊരു ഫിലോസഫർ കൂടിയാണ് വിശുദ്ധ ബോനെ വെന്തൂര. വലിയ വിശുദ്ധനാണ്, തിരുസഭയിലെ വേദപാരംഗതം കൂടിയാണ്. അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇട്ട പേരാണെന്ന് പറയുക, ബോനെ വെന്തൂര. കണ്ടോ, ഒരു വാക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നമ്മൾ ശീലിക്കണം. അനുഗ്രഹത്തിൻ്റെ വാക്ക്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവും ആയിരിക്കട്ടെ എന്നാണ് വചനം പഠിപ്പിക്കുക. കരുണയുള്ള വാക്കുകൾ, ഹൃദ്യമായ വാക്കുകൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത നോക്കിയേ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മെ തന്നെ തിരുത്താനായിട്ട്, നമുക്ക് കൗൺസിലിംഗ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്തേക്കൊന്നും പോകണ്ട. ഈ ദൈവവചനത്തിൽ നോക്കിയാൽ മതി. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ കുറവുകൾ നമ്മോട് സംസാരിക്കും. നമ്മുടെ തിരുത്തലുകൾ, നമുക്ക് വേണ്ട തിരുത്തലുകൾ ദൈവം നമ്മോട് സംസാരിക്കും. ഈ വചനം പ്രാർത്ഥിച്ചാൽ മതി. അതായത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വചനം തുറന്നു നോക്കിയേ, ദൈവം നമ്മോട് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുക. ഇന്ന് പല മക്കൾക്കും ദൈവവിളി മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവവിളി മനസ്സിലാക്കാത്തതെന്ന് അറിയോ? ദൈവവചനം വായിക്കുന്നില്ല. മനസ്സിലായോ? ദൈവവചനം വായിക്കാത്തത് കൊണ്ടാണ് ദൈവവിളി പറ്റാത്തത്. മനസ്സിലായോ? ഇന്ന് പല മക്കൾക്കും വിശുദ്ധ കുർബാനയിൽ അനുഭവമില്ല, വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, വിശുദ്ധ കുർബാന അനുഭവമില്ല. വിശുദ്ധ കുർബാനയൊക്കെ ഒരു ഡ്രൈ ആയിട്ടൊരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തത്?
എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്ത? അങ്ങനെയുള്ള മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കില്ല. വചനം വായിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തത്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ദൈവവിളിയിൽ ഉറപ്പ് കിട്ടാത്തത്. മനസ്സിലായോ? വചനം വായിക്കാത്തത് കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വലിയ ദുഃഖത്തോടെ, സങ്കടത്തോടെ, വിഷമത്തോടെ നമ്മൾ നടക്കുന്നത്. വചനം വായിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവമുള്ള മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, രോഗം വന്നു, ദുഃഖം വന്നു, കഷ്ടത വന്നു, പെട്ടെന്ന് തന്നെ വേറെ പലരെയും ആശ്രയിക്കുക. എന്താണ് ആശ്രയിപ്പോൾ? ബാച്ചുകാരിനെ വിളിക്കുക. എന്നാൽ ശരി, ബാച്ചുകാരിനെ വിളിച്ച് എൻ്റെ സങ്കടം മുഴുവൻ ബാച്ചുകാരിയോട് പറയാം. ബാച്ചുകാരനെ വിളിച്ചിട്ട് ബാച്ചുകാരനോട് എൻ്റെ അനുഭവം, എൻ്റെ വിഷമം, സങ്കടമൊക്കെ ബാച്ചുകാരനോട് ഷെയർ ചെയ്യാം. മനസ്സിലായോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ്? ദൈവവചനത്തിലാണോ ആശ്രയിക്കുന്നത്? അതോ ബാച്ചുകാരിനെയാണോ ആശ്രയിക്കുന്നത്? ബാച്ചുകാരനെയാണോ ആശ്രയിക്കുന്നത്? അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനാണ് ആശ്രയിക്കുന്നത്? അത് നിൻ്റെ അമ്മേനെയാണ് ആശ്രയിക്കുന്നത്? ചിലർ അമ്മമാരെയാണ് വിളിച്ച് സങ്കടം അറിയിക്കുക, ചിലർ അപ്പച്ചനോട് സങ്കടം അറിയിക്കും, ചിലപ്പോൾ ആങ്ങളമാരെ വിളിച്ച് അറിയിക്കും. ചിലർ സങ്കടം പറയുന്നത് ചില വൈദികരെ വിളിച്ച് സങ്കടം പറയും. ചിലർ സങ്കടം പറയുന്നത് ചില കൗൺസിലേഴ്സിനെ വിളിച്ചിട്ട് സങ്കടം പറയും. മനസ്സിലായോ? ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺവെൻറ്റിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, വിഷമം, സങ്കടം, പ്രതിസന്ധി, രോഗം, ദുഃഖം, സഹനം ഉണ്ട്. ആരെ ആശ്രയിക്കുന്നത്? ദൈവവചനത്തിലേക്കല്ല നമ്മൾ നോക്കുന്നത്, മറിച്ച് നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ പല വ്യക്തികളെ ആശ്രയിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വേറെ പല വ്യക്തികളെ ആശ്രയിക്കുന്നത്? ദൈവവചനത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹനം, വലിയൊരു അപമാനം, നിന്ദനം, പരിഹാസം വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്നെ വിളിച്ച് അവിടുത്തെ കൈക്കാരന്മാർ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളുണ്ട് അച്ഛൻ്റെ കൂടെ. എന്ത് ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞോളോ, എന്ത് കാര്യത്തിനും ഞങ്ങൾ അച്ഛൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ അത് ശരിപ്പെടുത്തിക്കൊണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ പറയാം, ഇപ്പം നിങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല, പറയേണ്ട ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് പറയാനൊരാളുണ്ട്, ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് നിങ്ങളെ വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ വേറെ ആക്ഷനോ വേറെ പ്രതികാര നടപടികളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് അവിടുത്തെ കൈക്കാരന്മാരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. എനിക്ക് അവരെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, എനിക്ക് ഏത് വ്യക്തികളുടെ സഹായം ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സന്യാസി എന്ന നിലയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദൈവവചനത്തിൽ ആശ്രയിക്കുക. മനസ്സിലായോ? ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് മദറുടെ ആശ്രയം വേണ്ട, സുപ്പീരിയേഴ്സിൻ്റെ പ്രൊവിൻഷ്യാലിറ്റി ഒന്നും ആശ്രയം വേണ്ട, നമുക്ക് വേറെ അച്ഛന്മാരുടെ ആശ്രയം വേണ്ട. പല വ്യക്തികൾ അച്ഛന്മാരെ ആശ്രയിക്കും. ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ വലിയ ആശ്വാസം കിട്ടും. ഈ ഒരു വിഷമവും എനിക്കുണ്ടായ അപമാനവും, നിന്ദനവും, പരിഹാസവും, ഒറ്റപ്പെടുത്തലും, കുറ്റപ്പെടുത്തലും, ടാറടിക്കുന്ന അനുഭവം, ഇതൊക്കെ എനിക്കുണ്ടായ മറ്റുള്ളവർ എന്നെ പറ്റി ഇല്ലാ കഥ പറഞ്ഞു വരുത്തിയതൊക്കെ മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ്, അച്ഛന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം കിട്ടുന്ന എഴുതി അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിക്കും. അങ്ങനെ പിന്നെ കുമ്പസാരിച്ചും കുമ്പസാരിച്ചൊക്കെ ചിലപ്പോൾ അങ്ങനെ വേറെ വലിയ തെറ്റിലേക്കൊക്കെ പോകും. മനസ്സിലായോ? അപ്പോൾ ആശ്രയം കണ്ടെത്താൻ പോകുന്നതാണ്, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പോകുന്നതാണ്. അത് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ചിലർ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ആശ്രയിക്കാൻ പോകും. അങ്ങനെ ആശ്രയിച്ച് പിന്നെ കൗൺസിലേഴ്സ് ആയിട്ടായിരിക്കും പല തെറ്റുകളിലേക്ക് പോവുക. അപ്പോൾ ഈ മേഖലകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ മക്കബായയുടെ പുസ്തകം ഉള്ളവർ എടുക്കുക. മക്കബായയുടെ പുസ്തകത്തിൽ മക്കബായയുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം, 1 മക്കബായയുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 5 മുതലുള്ള തിരുവചനം. അതിൻ്റെ കോണ്ടക്സ്റ്റ് ഇങ്ങനെയാണ്. യൂദാ മക്കബായൻ. ആരാണ് ഈ മക്കബായർ എന്നറിയാലോ നമുക്ക്? ആരാണ് മക്കബായർ? നമുക്കറിയാം, ഇസ്രായേൽ രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ നയിച്ചുകൊണ്ടിരുന്ന നേതാവാണ് യൂദാസാണ് ഇസ്രായേൽക്കാരെ നയിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. മക്കബായൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അന്ന് രാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, രാജാക്കന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അപ്പോൾ യൂദാസാണ് ഈ ഇസ്രായേൽക്കാരെ ശത്രുക്കൾക്കെതിരെ പോരാടാനായിട്ട് സംഘടിപ്പിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ യൂദാസിൻ്റെ മറ്റൊരു പേരാണ് മക്കബായൻ എന്നാണ് യൂദാസിനെ വിളിക്കുക, മക്കബായൻ. അപ്പോൾ യൂദാസിന് വേറെ ചില സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂദാസിൻ്റെ മറ്റൊരു സഹോദരനാണ്
ജോനാഥൻ. യൂദാസിൻ്റെ മറ്റൊരു സഹോദരൻ്റെ പേരാണ് ജോനാഥൻ. അപ്പോൾ ഈ യൂദാസ് എന്ന മക്കബായൻ്റെ കൂടെ കുറേ പേര് ചേർന്നു. അവരെ എല്ലാവരും കൂടി വിളിക്കുന്ന പേരാണ് മക്കബായൻ. മക്കബായയുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഈ യൂദാസ് മക്കബായൻ്റെ സഹോദരൻ ജോനാഥൻ്റെ നേതൃത്വത്തിൽ ഇവർ ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്രായേൽ ജനത. അപ്പോൾ ഇസ്രായേൽ ജനത ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറേ ജയിക്കും, പിന്നീട് ഇവർ തോൽക്കും, പിന്നെ വീണ്ടും ഇവർ ജയിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ എപ്പോഴും ഇങ്ങനെ ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്പർത്ത എന്നുള്ള സ്ഥലത്തെ ഒരു രാജാവ്, ആ രാജാവിൻ്റെ പേരാണ് ആര്യൂസ് രാജാവ്. ഈ ആര്യൂസ് രാജാവ് ഈ ജോനാഥന് ഒരു ലെറ്റർ എഴുതുകയാണ്, ഒരു കത്ത് എഴുതുകയാണ്. എന്താ കത്തിൻ്റെ ഉള്ളടക്കം? അത് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോ, ഞങ്ങളും കൂടി ഞങ്ങളെ സഹായിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് ഒരു ആശ്വാസത്തിൻ്റെ ലെറ്റർ ഈ ആര്യൂസ് രാജാവ്, സ്പർത്തായിലെ ആര്യൂസ് രാജാവ് ഇസ്രായേലിൻ്റെ നേതാവായ ജോനാഥന് ഒരു ലെറ്റർ അയക്കുകയാണ്, ഒരു കത്തയക്കുകയാണ്. അപ്പോൾ ജോനാഥൻ ആ ലെറ്റർ കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം തിരിച്ചൊരു ലെറ്റർ അങ്ങോട്ട് എഴുതി. എന്ത് ലെറ്ററാണ് എഴുതിയത്? ഒത്തിരി സന്തോഷമുണ്ട്, നിങ്ങളിത് അയച്ചതിൽ ഇനിയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കോളാം, ഞങ്ങളെപ്പോഴും ആശ്വസിപ്പിച്ചോളാം, ഞങ്ങൾ നിങ്ങളുടെ സഹായം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ അദ്ദേഹം എഴുതിയത്? അല്ല, അദ്ദേഹത്തിൻ്റെ ലെറ്ററിൻ്റെ പതിപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരുമിച്ച് വായിക്കാം. 1 മക്കബായർ 12:5. ജോനാഥൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റു യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആര്യൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുമ്പ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. തുടർന്നുള്ള വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോനാഥൻ പറയുകയാണ് ആര്യൂസ് രാജാവിനോട്, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ, കേട്ടോ, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. കണ്ടോ, ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ ഈ ലെറ്ററൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഈ ഫോൺ വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കാനൊന്നും ഇനി വിളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ആശ്വാസം നൽകുന്നുണ്ട്. നിങ്ങളുടെ ആശ്വാസവാക്കുകളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കണ്ടോ, ജോനാഥൻ പറയുകയാണ് ആര്യൂസ് രാജാവിനോട്, ഞങ്ങളുടെ കയ്യിലുള്ള തിരുവചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് കൊണ്ട് നിങ്ങളുടെ ആശ്വാസമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ട് പറയാ, എങ്കിലും നിങ്ങളുടെ സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. തുടർന്ന് ആ വചനം അങ്ങനെ പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 15-ാം തിരുവചനം ഒന്ന് വായിക്കാം. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ആ ലെറ്ററിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുകയാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്ക് ഉണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. എവിടെ നിന്നാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഒരു സഹായം? എവിടെ നിന്ന് നമുക്ക് സഹായം ലഭിക്കും? 121-ാം സങ്കീർത്തനം. പർവ്വതങ്ങളിലേക്ക് ആ കണ്ണുകൾ ഉയർത്തുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരുന്നു. സ്വർഗത്തിൽ നിന്നൊരു സഹായം, സ്വർഗത്തിൽ നിന്നുള്ള സമാശ്വാസം, സ്വർഗത്തിൽ നിന്നുള്ള ആശ്വാസം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു കീറാമുട്ടി പ്രശ്നം വരുമ്പോൾ നമ്മൾ എവിടെയാണ് ആശ്വാസം കണ്ടെത്തുന്നത്? ദൈവവചനത്തിലാണോ ആശ്വാസം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളിലാണോ ആശ്വാസം കണ്ടെത്തുന്നത്? എന്തുമാത്രം സമയം നീ ഫോൺ വിളിച്ച് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? എന്തുമാത്രം സമയം നീ വെറുതെ സംസാരിച്ചിരുന്ന് ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്? ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിസന്ധിയിൽ ഒരു ആശ്വാസം കണ്ടെത്താനേ നീ എന്തുമാത്രം കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഓടി നടന്ന് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്? ഏറ്റവും പറ്റിയൊരു കൗൺസിലിംഗ് പറ്റിയ ഒരു പുസ്തകമാണ് ഈ ബൈബിൾ. ഈ ബൈബിൾ എടുക്കുക, ബൈബിളിലൂടെ കർത്താവ് നമുക്ക് കൗൺസിലിംഗ് തരും, സ്പിരിച്വൽ ഷെയറിങ് തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം മുഴുവൻ വായിക്കുമ്പോൾ അതന്നെ കാണാൻ സാധിക്കുക. ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന സമയത്തും അവർക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലായിരുന്നു അവരുടെ പ്രത്യാശ മുഴുവൻ. അവർ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ് ആശ്വാസം കണ്ടെത്തിയത്. ഇനി പോട്ടെ, ഇനി അവിടുന്ന് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോഴും അവരുടെയൊക്കെ ആശ്വാസം എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞ ചില വാക്കുകൾ, ദൈവവചനമാണ് അവരുടെ ആശ്വാസം.
മോശ പറഞ്ഞ വാക്കുകളൊന്നുമല്ല. മോശയിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളാണ് അവരുടെ ഒരു ആശ്വാസ വാക്ക്. ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനമാണ് അവരുടെ ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനം എന്തിലാണ് ആശ്വാസം കണ്ടെത്തിയത്? ഏതെങ്കിലും വ്യക്തികളിലൊന്നല്ല അവർ ആശ്വാസം കണ്ടെത്തിയത്, അവർ ദൈവത്തിലാണ് ആശ്വാസം കണ്ടെത്തിയത്. അവരെ നയിച്ചിരുന്നത് ദൈവമാണ്. അതുകൊണ്ട് അവരുടെ ദൈവത്തിലാണ് അവർ ആശ്വാസം. മോശയുടെ മരണത്തെ പറ്റി പറയുന്നതൊക്കെ അങ്ങനെയാണ്. ഇസ്രായേൽ ജനം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മോശ. ഈ മോശ മരിച്ചപ്പോൾ മോശയുടെ മരണത്തെ പറ്റി വചനം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശ മരിച്ചു, ഇത്രയും ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. മോശ മരിച്ചു, മോശയെ കൊണ്ടുവന്ന് അവർ അടക്കി, അവർ ഒരു 10-40 ദിവസം ദുഃഖാചരണം ആചരിച്ചു. ഇത്രയേ ഉള്ളൂ. മോശ മരിച്ചതിൻ്റെ പേരിൽ അവർക്ക് വലിയൊരു പരിഭ്രാന്തിയോ പേടിയോ ദുഃഖമോ സങ്കടമോ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള ചിന്തയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മോശ മരിച്ചോടുകൂടി പിന്നെ ജോഷ ആ സ്ഥാനത്ത് അധികാരത്തിലേറ്റു. അങ്ങനെ ജോഷ അവരെ നയിച്ചു. പിന്നെ ജോഷ മരിച്ചു, പിന്നെ അടുത്ത ആൾ വന്നു, പിന്നെ അടുത്ത ആൾ മരിച്ചു. അങ്ങനെ പലരും മരിച്ചു പോകുമ്പോഴും ഇസ്രായേൽ ജനം പതറുന്നില്ല, പരിഭ്രമിക്കുന്നില്ല, വേദനിക്കുന്നില്ല. കാരണം അവരുടെ ആശ്വാസത്തിൻ്റെ ഉറവിടം മോശയോ ജോഷിയോ അഹറോനോ അല്ലെങ്കിൽ ദാവീദോ സാവൂളോ എന്നല്ല. അവരുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിലാണ് അവരുടെ ആശ്രയം മുഴുവനും. അവർ ദൈവവചനത്തിലാണ് അവർക്ക് ആശ്വാസം കണ്ടെത്തിയത്. ദൈവവചനത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇസ്രായേൽ ജനത ആശ്വാസം കണ്ടെത്താനായിട്ട് ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവരിങ്ങനെ പരിശോധിച്ച് നോക്കും. വിശുദ്ധ ഗ്രന്ഥം ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? മനസ്സിലായി? അവരിങ്ങനെ ആശ്വാസം നോക്കാനായിട്ട് അവർ നോക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ് നോക്കാറ്. ഈ അടുത്ത് ഇതുപോലെ തന്നെ വലിയൊരു സങ്കടത്തിലൂടെ, അപമാനത്തിലൂടെ, നിന്ദനത്തിലൂടെ, പരിഹാസത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഈ വചന ശുശ്രൂഷയുടെ ഇടയിൽ എനിക്ക് സംഭവിച്ചപ്പോൾ, അപ്പോൾ ഈ വചനം ഇതിലെ തന്നെ ഞാൻ എപ്പോഴും ആശ്രയിക്കാറുണ്ട്. അപ്പോൾ വചനത്തിലൂടെ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകം ധ്യാനിപ്പിക്കാനും. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ജോർജ് കളത്തിലച്ഛൻ, അപ്പം അച്ഛൻ ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അച്ഛൻ ഒത്തിരി ധ്യാനിപ്പിക്കുന്ന അച്ഛനല്ലേ, ഇത്രയും പ്രായമുള്ള അച്ഛൻ, ഒത്തിരി വരദാനങ്ങളുള്ള അച്ഛൻ, ഒത്തിരി അനുഭവസ്ഥനായ ഒരച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി അല്പസമയം ഇന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും മനസ്സിൽ ഇത്തിരി വിഷമങ്ങളുണ്ട്. പലരും എന്നെപ്പറ്റി, പലരും ശുശ്രൂഷയെ പറ്റി പല ഇല്ലാകഥകൾ പറഞ്ഞു വരുത്തുന്നു. അതിൻ്റേതായ വിഷമങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഈ ദിവസങ്ങളിൽ ഉണ്ടായി അച്ഛാ, എൻ്റെ ഈ ഒരു സങ്കടം ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ശരി, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലൊരു പുതിയ നിയമത്തിൻ്റെ പുസ്തകം മാത്രമാണ് ഉണ്ടായത്. അച്ഛന് ആ പുതിയ നിയമം മാത്രം അടങ്ങുന്ന ആ പുസ്തകം എടുക്കുക. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ ഇങ്ങനെ തുറന്നു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ വായിച്ചു, 1 കൊരിന്തോസ് 4:12 ഈ വചനമാണ് അച്ഛന് കിട്ടിയത്. 1 കൊരിന്തോസ് 4:12 അച്ഛൻ ബൈബിൾ തുറന്ന് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി വായിച്ചു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അടിപതറാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. അച്ഛൻ എന്നെ നോക്കി. അച്ഛൻ വായിക്കുകയാണ്, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെ എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞ അച്ഛൻ എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പൗലോസ്ലിഹായുടെ അനുഭവമാണ്. കർത്താവ് അച്ഛൻ്റെ കൂടെയുണ്ട്, ധൈര്യമായിട്ട് ശുശ്രൂഷ ചെയ്യുക, നമുക്കെതിരെ അപവാദം പറയുന്നവരെയൊക്കെ അനുഗ്രഹിക്കുക, പൗലോസ്ലിഹായ ജീവിതം മാതൃകയായി സ്വീകരിക്കുക. ഈ വചനം അച്ഛൻ ഈ വായിക്കുമ്പോൾ തന്നെ അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ആ ഒരു വേദന, ദുഃഖം അപ്പം തന്നെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. കണ്ടോ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ദൈവവചനത്തിലൂടെ അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കാണാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് ദൈവവചനത്തിലൂടെ ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ പലരെ പോലെയാണ് ഈ ശിഷ്യന്മാരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾക്ക് എടുക്കാം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 24:13 മുതൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. അവിടെ നമ്മൾ എന്താണ് കാണുക? ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ മ്ലാനവദനരായിരുന്നു.
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം അതായിരുന്നു. കുർബാനയ്ക്കിടയ്ക്ക് അവർ മ്ലാനവദനരായി ദുഃഖിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് അവർ പോവുകയാണ്. അവരുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അവരുടെ നേതാവിനെ ആരൊക്കെയോ കുരിശിൽ തൂക്കി കൊന്നു. അങ്ങനെ അവരുടെ നേതാവ് അവർക്ക് നഷ്ടപ്പെട്ടു. അവർ പലരും പ്രതീക്ഷിച്ച പോലെയൊന്നും പലതും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതുപോലെയൊന്നും സംഭവിച്ചില്ല. ഇവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ വിരുദ്ധമായി അവരുടെ നേതാവ് ഇതാ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വലിയ വേദനയോടെ സങ്കടത്തോടെ മനസ്സ് കലങ്ങി ഹൃദയം നുറുങ്ങിയാണ് ഈ രണ്ട് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് ജെറുസലേമിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശു അവരോടൊപ്പം കൂടെ സഞ്ചരിച്ചു എന്ന് നമുക്കറിയാം. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ പറ്റി തന്നെ. ഇതൊന്നും അറിയാതെ അപരിചിതനാണോ നീ? വളരെ ശക്തനായ നേതാവ് ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്നതാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടത് 3-ാം ദിവസമാണ്. ഇങ്ങനെ ഒരു ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മനസ്സ് മുഴുവനും മ്ലാനവദനമായിട്ട് ദുഃഖപൂരിതമായിരിക്കുകയാണ്. ഒരു സന്തോഷമല്ലേ ഇവർക്ക്? മനസ്സിലായോ? എന്തുകൊണ്ടാണ് സന്തോഷമില്ലാതിരുന്നത്? ഇവർക്ക് വചനം അറിയില്ലായിരുന്നു. മനസ്സിലായോ? ഒരു ദുഃഖം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവർ വിശുദ്ധ ഗ്രന്ഥം മറച്ചു നോക്കേണ്ടവരായിരുന്നു. പക്ഷെ ഒരു വിശുദ്ധ ഗ്രന്ഥം മറച്ചു നോക്കാതെ ഇവരിങ്ങനെ ഇരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുകയാണ്, ഹൃദയം കലങ്ങി നുറുങ്ങി മനസ്സ് കലങ്ങിയിരിക്കുകയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ജീവിതമില്ല, എല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്ന് കരുതി നിരാശ കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ച് തുടങ്ങുന്നത്. മനസ്സിലായോ? ഈശോ അങ്ങനെ വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ച്, എന്ത് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ച്? യേശു പറഞ്ഞു, ദേ പ്രവാചകന്മാർ ഏശയ്യാ പ്രവാചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? 53-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ദേ ഇത് അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല, നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. ഇങ്ങനെ ഈ 53-ാം അധ്യായം മുഴുവനും ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളതൊക്കെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് മാത്രമാണോ? സങ്കീർത്തന പുസ്തകത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ, സങ്കീർത്തന പുസ്തകത്തിൽ അവൻ എഴുതിയതൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. സങ്കീർത്തന പുസ്തകം എടുത്ത് നോക്കിയാൽ, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം ഒത്തിരി വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 55 നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകമായി, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, എങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, എങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു, എന്നാൽ എൻ്റെ ഉറ്റ സ്നേഹിതനും ചങ്ങാതിയുമായ നീ തന്നെയാണ് അത് ചെയ്തത്. അന്ന് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു, അന്ന് നമ്മൾ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു, നമ്മൾ ഒന്നിച്ച് പള്ളിയിൽ പോകുമായിരുന്നു. എന്നാൽ നിന്റെ മനസ്സിലോ പടയൊരുക്കം. ആരെ പറ്റി ഇതൊക്കെ പറയുന്നത്? ആരെ പറ്റി പറയുന്നത്? യൂദാസിനെ പറ്റി പറയുന്നതാണ്. സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ. സങ്കീർത്തന എൻ്റെ 44-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കും. 41-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുവചനം, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതം പോലും എനിക്കെതിരെ കുതികാലുയർത്തിരിക്കുന്നു. എൻ്റെ പ്രാണസ്നേഹിതം പോലും. ആരെ പറ്റി പറയുന്നത്? യൂദാസിനെ പറ്റി യേശു പറയുന്നതാണ്. അത് സങ്കീർത്തകൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകത്തിലും തന്നെ പറ്റി എഴുതിയതൊക്കെ ഈശോ ഇങ്ങനെ അവർക്കിങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ച് തുടങ്ങിയപ്പോൾ ഇവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങിയെന്നാ പറയുക. അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? വചനം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ. വലിയ ദുഃഖത്തോടെ, സങ്കടത്തോടെ, വിഷമത്തോടെ, വേദനയോടെ ഇരുന്ന ആ ശിഷ്യന്മാര് ഈ വചനം കേൾക്കാൻ തുടങ്ങിയോടുകൂടി അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. ഏത് കാര്യത്തെ ഓർത്ത് അവർ ദുഃഖിച്ചിരുന്നോ അതേ കാര്യത്തെ ഓർത്ത് അവർ സന്തോഷിക്കാൻ തുടങ്ങി. ഏത് കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരുന്നോ അതേ കാര്യത്തിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവവചനത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി ദൈവം കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അവർ പറയുകയാണ്, വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ച് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? മനസ്സിലായോ? അപ്പോൾ മ്ലാനവദനായിരിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ മ്ലാനവദനായിരിക്കുന്നു? നിങ്ങൾ വചനം വായിക്കുന്നില്ല. മനസ്സിലായോ? ഞാനും ദുഃഖിച്ചിരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ ദുഃഖിച്ച് ഇരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ വചനം വായിച്ചേൻ ഹൃദയം ജ്വലിക്കും. കണ്ടോ? ഇവിടെ നമ്മൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ വചന വ്യാഖ്യാനം കഴിഞ്ഞതിന് ശേഷം ഈശോ അപ്പം എടുത്ത് മുറിക്കുന്നത്. മനസ്സിലായോ?
ഇവരൊക്കെ കണ്ട ഉടനെ തന്നെ ആര് നിങ്ങളെവിടേക്ക് പോകുന്നത്? എമ്മാവൂസിലേക്ക് പോകണം, ഞാനും കൂടി വരുന്നുണ്ട്, നമുക്കൊന്ന് ശരി കയറി ഒരു അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ആദ്യം തന്നെ അപ്പം മുറുക്കിലൊക്കെ കഴിച്ചവർക്ക് അപ്പൊക്കെ കൊടുത്തതിന് ശേഷമല്ല വചനം പ്രസംഗിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമല്ല വചന പ്രഘോഷണം, വചന പ്രഘോഷണത്തിന് ശേഷമാണ് വിശുദ്ധ കുർബാന. മനസ്സിലായോ? വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമല്ല വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാന നടത്തുക. എന്തുകൊണ്ടാണ് ഈശോ വചനം പ്രസംഗിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന നടത്താൻ കാരണം? വചനം കേട്ടാലാണ് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. മനസ്സിലായോ? വിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഇല്ലേ? ഇല്ലാത്തതിന്റെ കാരണം എന്താ? നീ വചനം ശ്രവിക്കുന്നില്ല, നീ വചനം വായിക്കുന്നില്ല, നീ വചനം ധ്യാനിക്കുന്നില്ല. നീ എപ്പോഴെങ്കിലും മ്ലാനവചനായിട്ട് ദുഃഖിച്ച് സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? എന്താ കാരണം? നീ വചനം വായിക്കുന്നില്ല. നിനക്ക് ഇപ്പോഴും ഒത്തിരി ആന്തരിക മുറിവുണ്ടോ? ആരും എന്നെ സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ആദരിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, ഇങ്ങനെയാണോ നിന്റെ ചിന്ത മുഴുവനും? എന്താ കാരണം? നീ വചനം വായിക്കുന്നില്ല, വചനം ധ്യാനിക്കുന്നില്ല, വചനത്തിലൂടെ കടന്നു പോകുന്നില്ല, ഇതിനെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വചനത്തിലൂടെ കണ്ടെത്തുന്നില്ല. മനസ്സിലായോ? വചനത്തിൽ ആശ്വാസം കണ്ടെത്തുന്നില്ല. ഇന്ന് ധാരാളം സന്യാസിനികളായാലും വ്യക്തികളായാലും ആര് തന്നെ ആയിക്കോട്ടെ, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല തകർച്ചകൾ വരുമ്പേ എന്താ കാരണം? വചനം അറിയില്ല, വചനം വായിക്കുന്നില്ല, ദുഃഖിച്ചിരിക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ ഓർത്ത് എന്ന പോലെ അവരിങ്ങനെ യേശുവിൻ്റെ മരണത്തെ ഓർത്ത് ദുഃഖിച്ചിരുന്ന പോലെ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച്. നീ ഇപ്പം എന്ത് കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നീ എന്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത്? ഒത്തിരി മക്കൾ കൗൺസിലിങ്ങിനും സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ വരുമ്പോൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തുന്ന വലിയൊരു വചനഭാഗം എനിക്ക് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നില്ല. എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലും പലരുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഒരു വലിയൊരു അനുഭവമാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായങ്ങളോട് നിന്ന് എടുത്തേൻ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ മകനെ, മകളെ, നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുമിടുന്നുവെങ്കിൽ നീ പ്രലോഭനങ്ങളെ നേടാൻ ഒരുങ്ങിയിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. എന്നിട്ട് പറയുകയാണ്, നിന്റെ ഹൃദയം അവക്രമവും അചഞ്ചലവും ആയിരിക്കട്ടെ, ആപത്തിൽ അടി പതറരുത്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും, വരുന്ന ദുരിതങ്ങളൊക്കെ നീ സ്വീകരിക്കുക, ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണ്ണ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും, നേരായ മാർഗത്തിൽ ചരിക്കുക. കണ്ടോ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ബൈബിളിലേക്ക് ഓടി വരണം. മനസ്സിലായോ? ഒരു വിശുദ്ധ ഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു സുവിശേഷപ്പെട്ടിയോ മേശപ്പുറത്തുണ്ടായിരിക്കുക. വിശുദ്ധ ഗ്രന്ഥവും സുവിശേഷപ്പെട്ടിയും രണ്ടുണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, എൻ്റെ ഈ സഹനങ്ങളൊക്കെ ഞാൻ സമർപ്പിക്കുക. നിന്ദനം, പരിഹാസം എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് പറ്റിയ തെറ്റായിരിക്കാം, ചിലപ്പോൾ വല്ല പാപത്തിൽ പിടിപ്പെട്ടിട്ട് വന്നിരിക്കുന്ന മക്കളുണ്ട്, തീർച്ചയായും സമർപ്പിക്കുക. എന്നിട്ട് ദൈവമേ എന്നോട് സംസാരിക്കണേ, ഈ വചനത്തിലൂടെ നീ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തിരുവചനം ഒന്ന് എടുത്തു നോക്കിയേ. ഇങ്ങനെ കർത്താവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കും. ആഗ്രഹത്തോടെ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ഇതിനെ വിമർശിക്കാറുണ്ട്. ചിലരൊക്കെ സുവിശേഷപ്പെട്ടി, ചില വ്യക്തികൾ പറയും ശവപ്പെട്ടി എന്ന് പറയും. സുവിശേഷപ്പെട്ടി ശവപ്പെട്ടിയാണ് പോലും. ചിലർ കളിയാക്കുന്നതാണ്. ചിലർ കളിയാക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ശിരിരി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം എങ്ങനെ എന്നെ പറ്റിയുള്ള വചനമായിരിക്കും, സന്ദേശമായിരിക്കും, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുക? അങ്ങനെ പറഞ്ഞ് ചിലർ കളിയാക്കും. എന്നിട്ട് അവർ കളിയാക്കുന്നവർ പറയുന്നതാണ്, ഒരിക്കൽ ഒരു വ്യക്തി വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊന്ന് ആത്മഹത്യ ചെയ്യാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അത് ദൈവത്തിൻ്റെ ഹിതമാണോ? അദ്ദേഹം പ്രാർത്ഥിച്ചിങ്ങനെ വചനം തുറന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടി, അവൻ പോയി തൂങ്ങി കെട്ടി ഞാൻ ചത്തു. അല്ലേ? യൂദാസിൻ്റെ വചനം, അവൻ പോയി കെട്ടി ഞാൻ ചത്തു. അപ്പോൾ അത് ദൈവഹിതമാണോ? ഇങ്ങനെ ചിലരൊക്കെ ചില വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഈ വചനം തുറക്കുമ്പോൾ കിട്ടുന്ന സന്ദേശങ്ങൾ ശരിക്കുള്ള സന്ദേശങ്ങളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല, അതും ശരിയാണ്. അപ്പം എങ്ങനെയാണ് തിരിച്ചറിയുക? അത് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മളിത് വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. ഇത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയൊരു വചനമാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കും. കൃത്യമായിട്ടുള്ള വചനം, അത് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മ ബോധ്യം തരും. അങ്ങനെ ഒരു ബോധ്യം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിനക്ക് കർത്താവ് തന്ന സന്ദേശമാണ്. ദൈവം ബൈബിളിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിളിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ബൈബിളിലൂടെ തന്നെ സംസാരിക്കും. തീർച്ചയായിട്ടും വചനത്തിലൂടെ സംസാരിക്കും. അപ്പോൾ നമ്മൾ വചനത്തിൽ ആശ്രയിക്കണം.
ദൈവവിളി മനസ്സിലാക്കാത്ത മക്കൾ ഈ വചനം വായിക്കണം. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, സമയക്കുറവുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവവചനത്തിൽ ആശ്രയിക്കുക. നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണോ? എൻ്റെ ഒക്കെ കുറവുകൾ എന്തൊക്കെയുണ്ട്? ഇന്ന് നിനക്ക് പല കുറവുകളുണ്ട്. നിൻ്റെ അമിതമായ സംസാരം അതിൻ്റെ ഒരു കുറവാണ്. ഇന്ന് പ്രാർത്ഥിച്ച് നീ വചനം എടുത്ത് നോക്കിയാൽ ദൈവം വചനത്തിലൂടെ സംസാരിക്കും. ദൈവം പറയും അമിത ഭാഷ നിന്നിയാണ്. മനസ്സിലായോ? നീ വചനത്തിലൂടെ പ്രാർത്ഥിച്ച് നിന്റെ തന്നെ കർത്താവിനോട് സന്ദേശം തന്നെ എന്നൊന്ന് പ്രാർത്ഥിച്ച് വചനം തുറന്നേ, ഇതാ കർത്താവ് നിന്നോട് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. കണ്ടോ? കാരണം എന്താ? നിനക്ക് ക്ഷമിക്കാനുണ്ട് തന്നെ മനസ്സിൽ, നിനക്കത് ബോധ്യം വരും. ശരിയാണല്ലോ, എനിക്ക് ക്ഷമിക്കാനുണ്ടല്ലോ. നീ വീണ്ടും വചനം വെച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ. നിന്റെ ദൈവവിളി സംശയം, നീ പ്രാർത്ഥിക്കുക, ഈശോ എനിക്ക് ദൈവവിളി ഉണ്ടോ ഈശോ? നീ എന്നോട് വചനത്തിലൂടെ സംസാരിക്കും. വചനം വായിച്ച് തുറക്കുമ്പോൾ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ്. ഫിലിപ്പി 1:21. കണ്ടോ? ദൈവം സംസാരിക്കും. ജെറമിയ 1:5 ദൈവം സംസാരിക്കും. എസ്ഐ 49:6 ദൈവം സംസാരിക്കും. കണ്ടോ? ദൈവം സംസാരിക്കും. അതിന് നമ്മൾ വചനം വായിക്കണം. ഒരു സഹോദരി, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു സിസ്റ്റർ അത് ഇവിടുന്ന് ലീവ് ചെയ്ത് പോകാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ഇവിടെ ധ്യാനത്തിന് വരികയാണ്. അങ്ങനെ സിസ്റ്റർ അവസാന ധ്യാനത്തിന് വന്ന് എല്ലാം അവസാനിപ്പിക്കാമെന്ന് എഴുതിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ആ ഒരു ചെറിയ സിസ്റ്റർക്ക് ദൈവവിളിയിൽ ഒരു വിശ്വാസമില്ല. ഉടുപ്പൊക്കെ കിട്ടി, പക്ഷെ കൃത്യമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് ദൈവവിളി ഒരു വിശ്വാസമില്ല. എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ സിസ്റ്റർ പറയുക. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ബൈബിൾ വായിക്കാറുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ചില വചനങ്ങളൊക്കെ ബൈബിളിൽ എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മത്തായി സുവിശേഷം ഇന്ന ഭാഗം ഒന്ന് എടുത്തേ. അപ്പോൾ ആ സിസ്റ്റർ എന്താ ചെയ്യുന്നതെന്നറിയോ? അത് ബൈബിൾ എടുത്തിട്ട് അതിൻ്റെ ഈ ബൈബിളിൻ്റെ ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. എവിടെയാണ് ഈ മത്തായി കിടക്കുന്നത്? മത്തായി ഇങ്ങനെ ആ പേജ് നമ്പറൊക്കെ നോക്കിയിട്ടാണ് മത്തായി സുവിശേഷം എടുക്കുക. അപ്പോൾ അതെന്നെ ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെയാണ് നോക്കി. എൻ്റെ പറഞ്ഞു, അച്ഛൻ ഒന്ന് കരുതരുത്, ഞാൻ ബൈബിൾ ഒട്ടും വായിക്കാറില്ല. ഫോർമേഷൻ കാലത്തും വായിക്കാറില്ല, ഇപ്പോഴും വായിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയില്ല, പുസ്തകങ്ങളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കിടക്കണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. വചനമായിട്ടൊരു ബന്ധമില്ല. പിന്നെ എങ്ങനെ ദൈവവിളി മനസ്സിലാവുക? അപ്പം ഞാൻ സഹോദരി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, നാളെ ഒരു ദിവസം, നാളെ അച്ഛനെ സംസാരിക്കാം, ഇന്ന് പോയിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ പറഞ്ഞത്? ഞാൻ സഹോദരി പറഞ്ഞു, മോൾ ഈ വചനം ഈ ബൈബിൾ പിടിച്ചു പോവുക, എന്നിട്ട് അവിടെയുള്ള നിത്യാരാധന കേന്ദ്രത്തിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, എന്നെക്കുറിച്ചുള്ള അങ്ങനെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ദൈവമേ എന്നോട് സംസാരിക്കണേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ശക്തമായി കുറേ സമയം ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ കണ്ണടച്ച് ബൈബിൾ തുറക്കുക. അപ്പോൾ അതിലൂടെ ദൈവം ഒരു വചനം തരും. ആ വചനം എന്താണെന്ന് എന്നോട് പറയുക. ഈ സഹോദരി പോയി, ഈ സിസ്റ്റർ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കണേ, ദൈവം എന്നോട് സംസാരിക്കണേ. അതിൻ്റെ വിഷമങ്ങളൊക്കെ അത് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ദൈവവിളി ഉണ്ടെന്ന്. എൻ്റെ സുപ്പീരിയേഴ്സിനൊക്കെ എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയും എനിക്ക് ദൈവവിളി ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ എനിക്ക് നീ ബോധ്യം എന്താ? ഞാനല്ല ജീവിക്കേണ്ട ആള്, ഞാനല്ല സന്യാസത്തിൽ നിൽക്കേണ്ട ആള്. എനിക്കെന്താ ബോധ്യപ്പെടുത്തി തരാതെ? എനിക്ക് ദൈവവിളി ഉണ്ടെന്നെങ്കിൽ, എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് ബോധ്യം തരിക. ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം എന്നോട് സംസാരിക്കണേ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കുറേ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഈ ബൈബിൾ ഇങ്ങനെ എടുത്തു. അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ തുറക്കുകയാണ്. ഇങ്ങനെ തുറന്നപ്പോൾ അത് കിട്ടിയ വചനം ഏതാണെന്നറിയോ? വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം തിരുവചനം. ഈ വചനമാണ് അതിൻ്റെ കണ്ണിലുടക്കിയത്. അതിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഇങ്ങനെ കണ്ടു, റോമ 14:8. അതിങ്ങനെ വായിച്ചു: നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകിയാൽ ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവനാണ്. ഇത്രയും വായിച്ചു തീരുമ്പോഴേക്കും അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ സിസ്റ്റർക്ക് ലഭിച്ചു. പിന്നീട് ഒരിക്കലും ആ സിസ്റ്റർ എന്നെ ഓടി വന്ന് ആ ദൈവാനുഭവം പങ്കുവെച്ചു. പിന്നീട് ഒരിക്കലും ആ സിസ്റ്റർ ദൈവവിളിയെ സംശയിക്കുകയോ ദൈവവിളി ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തു. ഇന്ന് വലിയ ഒരു ഇന്ത്യയിലൊന്നല്ല, പുറത്ത് വലിയ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുകയും ഒത്തിരിയേറെ ആർട്ടിക്കിൾസ്, ദൈവികമായ ആർട്ടിക്കിൾസ് എഴുതി ജെറുസലേം മെസ്സഞ്ചറിലും മറ്റ് പല ആത്മീയ പ്രസിദ്ധീകരണത്തിലും പബ്ലിഷ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ചൈതന്യധാരിയായ ദൈവം ആ സിസ്റ്ററിനെ മാറ്റുകയാണ്. നോക്കുക, അപ്പോൾ എങ്ങനെയാണ് ആ സിസ്റ്റർക്ക് ദൈവവിളി ബോധ്യപ്പെട്ടത്? ആ സിസ്റ്റർ ബൈബിൾ വായിക്കുക എന്ന് തുടങ്ങിയോ അന്ന് മുതലാണ് ദൈവവിളിയിൽ അതിന് ഉറപ്പ് കിട്ടിയത്. അപ്പോൾ ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ദൈവവിളിയിൽ ഉറപ്പില്ലാത്തത്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് എപ്പോഴും ദുഃഖപൂരിതമായി നീ നടക്കുന്നത്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നിനക്ക് വിശ്വാസമില്ലാത്തത്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ഈ കാനന നമസ്കാരം ഒന്നും ഒരു അനുഭവമായി തീരാത്തത്. മനസ്സിലായോ? ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് ആന്തരിക സൗഖ്യം കിട്ടാത്തത്. മനസ്സിലായോ?
ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാത്തത്. ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ധ്യാന ദിവസങ്ങളിൽ വചനം ധാരാളമായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി ഒത്തിരിയേറെ വചനങ്ങളുണ്ട്. അത് റോമാക്കാർക്ക് ഇതിലെ ലേഖനത്തിൽ 9-ാം അധ്യായം 6-ാം തിരുവചനം പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ശക്തി അവതരിച്ച വചനത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയോട് ചേർന്ന് വചനം നമ്മിലും മാംസം ധരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.